അതായത് എൻ്റെ പേരൊക്കെ ഇതിനകത്ത് വന്നതുകൊണ്ട് പറയുവാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ RP അപരാധത്തിലൊക്കെ എൻ്റെ പേരൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് പറയുവാണ്. ഇപ്പൊ MRC വേഴ്സസ് MRC നടക്കുന്ന ഇഷ്യൂല്, അതായത് MRC വേഴ്സസ് MRC എന്ന് പറഞ്ഞാൽ മീൻ ഷെമീർ വേഴ്സസ് ഷെയ്ഖ് അടി നടക്കുന്നതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഇവരുടെ രണ്ടുപേർക്കും എതിരെയുള്ള പ്രൂഫും മറ്റേ അതും ഇതും ഓരോ ചെയ്തതെല്ലാം എനിക്ക് കൊണ്ട് തന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് അപരാധിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് അന്നേ ഷെയ്ഖിനെയും വിളിച്ച് പറഞ്ഞു, അതുപോലെ ഷെമീറിനെയും വിളിച്ച് രണ്ടുപേരുടെ അടുത്തും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അപരാധിക്കാൻ താല്പര്യമില്ല. കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുതുമയായിരിക്കും. എനിക്ക് പക്ഷേ ഇതറിയാം. എനിക്ക് ഒരുപാട് നാൾക്ക് മുമ്പേ അറിയാം. സിറ്റിയിലെ സിറ്റുവേഷന്, അവരുടെ ബൂട്ട് ക്യാമ്പിലെ കാര്യങ്ങൾ എനിക്ക് വിളിച്ച് പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അലിൻ ജോസ് പെരേരയുടെയൊക്കെ ആ സിറ്റുവേഷൻ വന്നപ്പം ഷെമീർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഇതുപോലെ പറഞ്ഞത്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന്. എനിക്കിത് നല്ലതുപോലെ നേരത്തെ തൊട്ടേ അറിയാം. എനിക്ക് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുക ഗൈസ്, ഇപ്പോഴും ഞാൻ പറയുക, അവരുടെ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എനിക്ക് ആഘോഷിക്കാനും അത് വിളിച്ചു പറയാനും എനിക്ക് താല്പര്യമില്ല. കാരണം TV-ക്കകത്ത് ഇതുപോലെ ഒരു വർഷം മുമ്പ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വിഷമവും എല്ലാം അറിയാം. ഒരുമിച്ചൊരു ഗ്യാങ്ങായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകുമ്പോഴുള്ള വിഷമം നല്ല രീതിയിൽ അനുഭവിച്ചൊരുത്തനാണ് ഞാൻ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എൻ്റെ സൈഡ് ഞാൻ പറയാമല്ലോ, ഞാനും റിബലും ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണേണ്ട വന്നേനെ. അതിൽ എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്. സത്യം പറയാം, എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്, എനിക്ക് എന്നോട് റെസ്പെക്ട് ഉണ്ട്. ഞാനും റിബലും ഞങ്ങളുടെ ഇഷ്യൂസ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ ലൈവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേനെ. ഞങ്ങൾ ലൈവിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് താല്പര്യമില്ല ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതുപോലെ ആയി പോയേനെ ചിലപ്പം. ഒന്നാമതേ ഞങ്ങൾ എല്ലാവരും മൈൻഡ്ഫക്ക് ആയതാണ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ. ഞങ്ങൾ അവരുടെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക് വന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആരെ ഉപദ്രവിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തടത്തോളം കാലമാണ്. അതുകൊണ്ട് പറഞ്ഞത്. കാരണം നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി നിങ്ങൾക്ക് വന്ന് പറയാമെന്ന് ഫേസ് ക്യാം ഇട്ട് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയവർ നമ്മുടെ ഏറ്റവും വലിയ റൈവലറി ഗ്യാങ്ങിലാണ് കളിക്കുന്നത്. അതായത് ദിഗോടും പപ്പടം അടക്കം എല്ലാവരും അവിടെയാണ് കളിക്കുന്നത്. എന്നിട്ട് പോലും എന്നെ പറ്റി അവർ ഇതുവരെ ഒന്നും വന്ന് പറഞ്ഞിട്ടുമില്ല. പറയാനുള്ള അവസരം ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ആരും വന്ന് സംസാരിക്കാറില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഞങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ TV-ക്കകത്ത് ഞങ്ങൾ അങ്ങനെ തമ്മിലടി ആയിട്ടില്ല. ഉണ്ടായത് ഞാനും റിബലും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ അവിടെ വിട്ടതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിലും ഇനി ഇവർ രണ്ട് സൈഡിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ എന്നെ ഡ്രാഗ് ചെയ്താലും എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല. തൊപ്പി എക്സ്പോസ്ഡ് ബ്രോ, ഞാൻ ഷെമീറിന്റെ വീഡിയോ ഞാൻ കണ്ട്. അതൊക്കെ ഒരു സൈഡ് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. തൊപ്പിക്ക് പറയാനുള്ളത് തൊപ്പി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ കാര്യമാണ് പറയണത്. എനിക്കിതിൽ അഭിപ്രായം പറയാനും സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനും എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തമ്മിലടിച്ച് കാണുന്നത് ഒരു വൃത്തികെട്ട ഒരു മെന്റൽ ഹെൽത്ത് ആയിരിക്കും എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും. അപ്പം തൊപ്പിയുടെ കാര്യമൊക്കെ തൊപ്പി വന്ന് അവൻ ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുമായിരിക്കും. ഇവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തോട്ട് എൻ്റെ പേര് പലയിടത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല, ഇതാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇന്ന് MRC-യിലെ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവരിന്ന് എന്തോ പരിപാടിക്ക് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഈ ലൈവ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വരും, അവരുടെ അടുത്ത് വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഗെയിമാണ്. എനിക്ക് നാളെ MRC എതിരെ വന്നാലും MRC-ക്ക് എതിരെ സംസാരിക്കും. കാരണം എൻ്റെ ഗ്യാങ്ങിനെതിരെ വന്നാൽ അത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇവരുടെ ഒന്നും ഒരു കാര്യങ്ങൾ എനിക്ക് അപരാധിക്കേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ അവരെ കാണുകയും ചെയ്യും, ഇതാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും എനിക്കില്ല. ഗെയിമിൽ വരുമ്പോൾ എൻ്റെ ഒപ്പോണൻ്റാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇനി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇവരുടെ ഇഷ്യൂസ് കാര്യങ്ങൾ സ്പാം ചെയ്യരുത്. എനിക്കിതെല്ലാം അറിയാവുന്നതാണ്. ഈ പറയണ ഇൻക്ലൂഡിങ് ബൂട്ട് ക്യാമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇവരെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ സത്യമുണ്ട് സത്യമില്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വെറുതെ അവരുടെ പ്രശ്നത്തിലോട്ട് എനിക്ക് തലയിട്ട് വെറുതെ ഒന്നാമത്തെ കാര്യം അത് വെച്ച് റീച്ചും ഉണ്ടാക്കേണ്ട, എനിക്ക് അതിനകത്ത് ഇടപെടാൻ വേണ്ട, എനിക്കൊരു കോൺട്രവേഴ്സിയിലോട്ട് അടുത്ത് പോകാൻ താല്പര്യമില്ല. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നമുക്ക് ഇന്ന് സിറ്റിയിൽ കയറണം. വൈ ഡോണ്ട് മിസ്? അങ്ങനെയല്ല, ഞാൻ RP സ്ട്രീം കുറച്ച് ദിവസം അതിലൂടെ ചെയ്തിട്ട്, അപ്പൊ RP-യിലോട്ട് കയറാം എന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നോ സിറ്റി ഇല്ലേ? സിറ്റി പോയി ശരിക്കും സിറ്റി പോയ? അത് നിങ്ങൾ എന്നെ ഊക്കാൻ വേണ്ടി പറയണാണോ? മോനെ, ഇന്നത്തെ സിറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പാപ്പനെ നേരെ വിളിച്ചിട്ട് ഇന്നത്തെ ടെറർ സെർവറിലെങ്കിലും ഞാൻ RP ചെയ്യും. ഒരു സംശയമില്ല. മനസ്സിലായ? ഞാൻ അപ്പാപ്പനെ വിളിച്ച് ഇപ്പൊ ഞാൻ ടെറർ സെർവറിൽ RP ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടുന്ന്. ഓക്കെ, വേറെ അതിന് ഒരു വർത്താനവും ഇല്ല.
R3 ആണ് എടുത്തത്. ഹലോ അണ്ണാ അണ്ണന്റെ സപ്പോർട്ട് സൂപ്പർ ചാറ്റ് ഗൈസ്, താങ്ക് യു ഫോർ മുത്തേ ചങ്കേ. ചങ്കേ എടാ എനിക്കൊരു കാര്യം കാണിക്കണ്ടേ, ഒന്ന് ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ് എടാ, കാണിച്ച് ഞാനും കാണിക്കും. എനിക്കൊരു കാര്യം കാണിക്കണ്ടേ. ജസ്റ്റ് ഇത് നോക്കണേ, ഇത് നോക്കണേ, എല്ലാരും നോക്കണേ. ഏതാണ്? എല്ലാരും ഒന്ന് കേറണേ, എല്ലാരും ഒന്ന് കേറണേ, കേറണേ. റേസ് കളിക്കട്ടെ അവൻ, റേസ് കളിക്കും. സ്റ്റിയറിംഗ് എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 ഡ്രൈവർ ആവുമെന്ന് ഞാൻ എന്റെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരുന്ന് VC വന്നിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അല്ലയാ ഇത് ഭയങ്കര ഈസി അല്ലേ, എന്തൊരു എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. നോക്കി നോക്കി എന്ത് കിടിലളിയാ, എന്ത് അടിപൊളിയാ. കൺട്രോളൊക്കെ ഉണ്ടോ? കൺട്രോളൊക്കെ ഉണ്ടോ? അടിപൊളി. ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങി നടക്കുന്നത് ഇതിന് വേറെ വണ്ടി നടക്കണമല്ലോ. ഇതില് വളവിൽ 10 കിലോമീറ്റർ വളക്കാൻ ലോകത്ത് നടക്കാൻ പറ്റാത്ത. അതല്ല, അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനത്തെ കേൾക്കുക 12ാമത്തെ പൊസിഷനിലുള്ളവരെ ഇത് അടിച്ചു. ഇത് അതുപോലും ഇല്ല. ചാറ്റിനകത്ത് പറയാന്നറിയാം 12 ഫുൾ മാർക്കെന്ന്. എന്റെ അമ്മോ, ഞാൻ കണ്ണാപ്പി ശരിക്കുള്ള എന്ത് യോഗ്യത ഉണ്ടാ? ചന്ദ്രൻ ഞാനിത് വരട്ടെ, എന്തായാലും ഇത് ഇത്ര ഇതുപോലെ കളിക്കുന്നില്ല. അല്ല നീ കീബോർഡ് കളി ആദ്യം. അപ്പൊ എങ്ങനെ ചന്ദ്രൻ മുട്ടി നോക്കുമല്ലോ ഇന്നോട്ട്? ഇന്നോട്ട് കളിക്കുന്നില്ല. നീ ജയിക്കണം, നീ ഓടിച്ച് ജയിക്കണം. അളിയ നീ ഇപ്പൊ ഇട്ടിരിക്കുന്നത് മീഡിയം ബോട്ടാ. ഞാനിപ്പോ പ്രോ ബോട്ടിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, മനസ്സിലായ? പിന്നെ അൺബീറ്റബിളിൽ ഞാൻ ലൈവ് ഇട്ട് ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? എന്റെ സ്റ്റിയറിംഗ് പോലെ ഇവിടുത്തെ സ്റ്റിയറിംഗിൽ അൺബീറ്റബിളിൽ ഞാൻ ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? ഫസ്റ്റ് കളി തന്നെ ഫസ്റ്റ് അടിക്കാൻ. അൺബീറ്റബിൾ ഫസ്റ്റ് അടിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാ. എന്നാലും ഞാൻ ഓടിക്കും. ഇങ്ങനെ 12/12 ആവൂല അൺബീറ്റബിളിൽ. അല്ല ഇവിടെ ഗോട്ടില്ലാണ്ട് ഒരു സംസാരം തരും. ഒഴിവാക്കണേ, ഇവരൊക്കെ ഒഴിവാക്കിവിടെ. ഗോകുലെ പൊട്ടിക്കാൻ പറ്റുമോ? എടാ നീ ഗോകുവിന്റെ സ്ഥാനത്ത് പിടിക്കാടാ. നീ നിന്റെ കാര്യം പറയാ. ചന്ദ്ര നീ എന്റെ സാമാനത്തിൽ പിടിക്കണ്ട മാറ്റ, മനസ്സിലായ? നീ നിന്റെ കാര്യം പറ, നിന്റെ കാര്യം. ഈഗിളിന് എന്നെയും പഠിപ്പിക്കാന്ന്. നീ ഒന്ന് പിടിച്ച് പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? നമ്മളെ സാമാനം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് പിടിപ്പിക്കണം, മനസ്സിലായില്ലേ? ഇതില് നീ എന്നെ പിടിക്കണ്ട, മനസ്സിലായ? ഇതില് നമ്മള് ടീം, നീ കൊണക്കല്ലേ? വിഷയാണല്ലോ ലക്സ് ചെയ്ത്. ഇല്ല കേട്ടാ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നീ വെളിയിൽ എഡിറ്റ് ചെയ്തതാണോ അതോ അകത്ത് തന്നെ ചെയ്താണോ? റോ മോഡൽ എടുത്ത ഫോട്ടോ. റോ ആണ് ഇത്. റോയ കണ്ടറിഞ്ഞത്. അടുത്ത ടെക് പ്രോ വന്നു. ഒരു കഴിവില്ലാണ്ട് പക്ഷെ എല്ലാത്തിലും സംസാരിക്കുന്ന ഒരു മൈൻഡേ ഉള്ളത്. അതറിയാലോ. അത് നീ നമുക്ക് ചാറ്റിലുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാരും സിറ്റി കയറണം.